ഇപ്പോൾ നമ്മളോടൊപ്പം KT സ്വാലിഹ് ഉണ്ട്, ഞങ്ങളുടെ റിപ്പോർട്ടർ. സ്വാലിഹ്, വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ പറയാവുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 7:30-ക്ക് തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു, അതിനുശേഷം 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. ആ രീതിയിൽ തന്നെയാണല്ലോ കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇപ്പോൾ ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യാനുള്ളത് സ്വാലിഹ്? NPC ഉദ്യോഗസ്ഥർ, കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ സ്ട്രോങ് റൂമിൻ്റെ ഭാഗത്തേക്ക്, അതല്ല വോട്ടെണ്ണൽ നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അതിന് ശേഷം 1403 പോസ്റ്റൽ വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ കൂടി നമുക്ക് സമയമുണ്ട്. ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നതിന് ശേഷം എണ്ണിയതിന് ശേഷമാണ് മറ്റ് EVM വോട്ടുകളിലേക്കൊക്കെ കടക്കുന്നത്. 7:30-യോടെ തന്നെ സ്ട്രോങ് റൂമിൽ നിന്ന് ബാലറ്റ് EVM മെഷീനുകൾ വോട്ടെണ്ണൽ നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കും. 14 റൗണ്ടുകൾ, 14 ടേബിളുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് കൃത്യസമയത്ത് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഏത് സമയം മുതൽ നമുക്ക് ആദ്യത്തെ ഫലങ്ങൾ കൊടുത്തു തുടങ്ങാൻ കഴിയും എന്നാണ്. ഇപ്പോൾ സ്വാലിഹ് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം പറഞ്ഞു. ആ പോസ്റ്റൽ വോട്ടുകൾ സമാഹരിച്ച് കഴിഞ്ഞ് എണ്ണിത്തീരാൻ 4 ടേബിളിലാണ്, 4 മേശകളിലാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക എന്നാണ് നമുക്കുള്ള വിവരം. 5ാമത്തെ മേശയിൽ എണ്ണുക സർവീസ് വോട്ടുകളാണ്, ജീവനക്കാരുടെ വോട്ടുകളാണ് എന്ന വിവരമാണ് ഉള്ളത്. ഇത്രയും വോട്ടുകൾ 4 ടേബിളുകളിലും പ്ലസ് 1 ടേബിളിലും ആയി എണ്ണിത്തീരുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ, പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ സൂചനകൾ നമുക്ക് എപ്പോൾ മുതൽ നൽകി തുടങ്ങാനാകും എന്നാണ് ഇപ്പോൾ നിലമ്പൂരുള്ള നമ്മുടെ ടീം കണക്കാക്കുന്നത്. സ്വാലിഹ്, നമുക്ക് ഒരു 8:30-ഓടെ ആദ്യ ഫലസൂചനകൾ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആദ്യം ഈ 1403 പോസ്റ്റൽ വോട്ടുകളുണ്ട്, അത് തരംതിരിച്ചതിന് ശേഷം എണ്ണണം. അതോടൊപ്പം തന്നെ സർവീസ് വോട്ടുകളും വളരെ കുറച്ച് 100-ൽ താഴെ സർവീസ് വോട്ടുകളാണ് എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. ഏതായാലും അതിന് ശേഷമാണ് EVM മെഷീനുകളിലേക്ക് പോകുന്നത്. നമുക്ക് നിലമ്പൂരിലെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമുക്ക് വഴിക്കടവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത്, വോട്ടർമാരുള്ള പഞ്ചായത്താണ്. 46 ബൂത്തുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലുള്ളത്. തണ്ണിക്കടവിൽ നിന്നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഈ ഒരു പഞ്ചായത്തിലെ ലീഡ് നില വളരെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ, പൊതുവിൽ നിലമ്പൂരിൻ്റെ ഫലത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 8:30-ഓടെ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നുള്ള ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും. ആദ്യ ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും. ഇതാണ് ഇപ്പോഴത്തെ നില എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നത്.